കൈകാലികൾക്കൊന്നും ഒരു പ്രയാസമില്ലാത്തൊരു മനുഷ്യനിങ്ങനെ അതാ കണ്ണ് കാണാതെ അല്ലെങ്കിൽ കൈകാലികൾക്ക് സ്വാധീനമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാൾ പറഞ്ഞു പോകുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന ദുആയാണത്. പരീക്ഷിക്കപ്പെട്ട ആളുകളെ കണ്ടാ നിങ്ങൾ മനസ്സിൽ പറയണമെന്ന്. എന്തു പറയണം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അല്ലദീ ആഫാനി, അവൻ എനിക്ക് ആഫിയത്ത് നൽകിയ അല്ലാഹുവാണ്. എന്തിൽ നിന്നും? മിമ്മ ഇബ്തലാക ബിഹി, നിങ്ങളെ എന്തൊന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ടോ ആ പരീക്ഷണം എനിക്ക് തരാതെ എന്നെ രക്ഷപ്പെടുത്തിയ, എനിക്ക് ആഫിയത്ത് നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ട ഒരു ചിന്തയാണ്. എപ്പോഴും നിലനിൽക്കേണ്ട ഒരു ചിന്തയാണ്. അനുഗ്രഹിക്കപ്പെട്ടു എന്ന ബോധമില്ലാത്തവന് നന്ദി ചെയ്യാൻ തോന്നുവോ? അള്ളാഹിനോട് ഞാൻ എന്തിന് നന്ദി കാണിക്കണം? മനുഷ്യന്റെ ചിന്ത എന്താണ്? പരീക്ഷണങ്ങളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ വരുമ്പോ മനുഷ്യൻ ചിന്തിക്കാണ്, എന്നെപ്പ അള്ളാഹ് അവഗണിച്ചിരിക്കുകയാണ്. നമ്മൾ നാവുകൊണ്ടാണ് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ്. ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ട് തഹജ്ജുദിന് വരെ നീറ്റിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ടത് തരുന്നില്ലല്ലോ. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. അല്ലാഹു തആല പറയാണ്, മനുഷ്യനെ റബ്ബ് പരീക്ഷിക്കാൻ ഒരുങ്ങിയാൽ, രണ്ടും പരീക്ഷണാണ്. അള്ളാഹു നമുക്ക് തന്നു പരീക്ഷിക്കും, തരാതെ പരീക്ഷിക്കും. തന്നിട്ട് ധാരാളം കൊടുത്തു നോക്കും ചിലപ്പോ അള്ളാഹു. അങ്ങനെ അവൻ ഒന്ന് ധാരാളമായി നൽകി, നിഅമത്തൊക്കെ കുറെ കൊടുത്തു, ആശിക്കുന്നതൊക്കെ ആശിക്കുന്ന നേരത്ത് കിട്ടി. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ തോന്നുകയാണെന്ത്? അവൻ ഇങ്ങനെ പറയും, റബ്ബീ, എന്റെ രക്ഷിതാവ് അക്രമനി, അവൻ എന്നെ ആദരിച്ചിരിക്കുന്നു. അള്ളാഹ്ക്കിപ്പന്നെ വരുത്തി ഇഷ്ടമായിട്ടാണ് ഇങ്ങനതൊക്കെ തരുന്നത്. ഞാനിങ്ങനെയൊക്കെ ആണെങ്കിലും ആശിക്കുന്നതൊക്കെ എനിക്ക് വെച്ചടി പുരോഗതിയാണല്ലോ, തൊട്ടതൊക്കെ ബർക്കത്താണല്ലോ, അള്ളാഹ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിട്ട് തന്നതാണിത് എന്ന് മനുഷ്യൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. നേരെ മറിച്ചും സംഭവിക്കുന്നു. ഇനി റബ്ബവനെ ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ ഫഖദറ അലൈഹി റിസ്ഖഹു, അവനുള്ള ഉപജീവനത്തെ അല്ലാഹു വന്ന് അളന്ന് കണക്കാക്കി കൊടുത്താൽ, കുറച്ച് പ്രയാസമാക്കിയാൽ, അവൻ ആശിക്കുന്നതൊന്നും മുഴുവൻ കിട്ടുന്നില്ല, പക്ഷേ കുറഞ്ഞ അളവിലേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒന്ന് അളവ് കമ്മിയാക്കിയിട്ട് അവന് കുറച്ചൊക്കെ ആശിക്കുന്നതൊന്നും മുഴുവൻ അങ്ങ് തികയാതെ കുറേശ്ശെ ഇങ്ങനെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുമ്പോൾ ഫയഖൂലു, അപ്പോൾ അവൻ പറയുകയാണ്, റബ്ബീ അഹാനൻ, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു കളഞ്ഞല്ലോ.